ഐഫോൺസ് ഒക്കെ മേടിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സും അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഈ മാസം 27-ാം തീയതി സ്റ്റാർട്ട് ആവും. അപ്പോൾ ഐഫോൺസ് മാത്രമല്ല, സാംസങ്ങിൻ്റെ ഫോൺസ് ആണെങ്കിലും അല്ലെങ്കിൽ ഷവമിയുടെ ഫോൺസിന് വരെ നല്ല ഓഫേഴ്സ്, ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനൊക്കെയാണ് അടിപൊളി ഓഫേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ പറ്റി ഡിസ്കസ് ചെയ്യാം. ആദ്യമേ ഐഫോൺ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം പല ആൾക്കാരും ഐഫോൺ മേടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഐഫോൺ 15 തൊട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ഐഫോൺ 15 എന്ന് പറയുന്നത് നല്ലൊരു ഡീലാണ്. കാരണം ഐഫോൺ 16 ആയിട്ട് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. ആ ഒരു ക്യാമറ കൺട്രോൾ ബട്ടണും പിന്നെ കുറച്ച് ക്യാമറ ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റിയതല്ലാതെ മേജർ ചേഞ്ച് ഒന്നും ഐഫോൺ 15-ഉം 16-ഉം തമ്മിലില്ല. അതുകൊണ്ട് ഐഫോൺ 15 നല്ലൊരു ഡീലാണ്. ഐഫോൺ 15 നമുക്ക് 55,000 റുപ്പീസിന് മേടിക്കാൻ പറ്റും. ഇത് എഫക്റ്റീവ് പ്രൈസ് ആണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ പറയുന്ന മിക്കവാറും പറയുന്ന പ്രൈസുകളെല്ലാം എഫക്റ്റീവ് പ്രൈസ് ആണ്. അതായത് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് ഓഫർ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൈസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് പ്ലാറ്റ്ഫോമിലാണോ ഫോൺ മേടിക്കാൻ നിൽക്കുന്നത് അതിലേതാണ് കാർഡ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആമസോൺ നോക്കുകയാണെങ്കിൽ SBI ക്രെഡിറ്റ് കാർഡാണ് പറഞ്ഞിട്ടുള്ളത്. അതേ സമയത്ത് ഫ്ലിപ്കാർട്ട് നോക്കുകയാണെങ്കിൽ HDFC ആണ്. അപ്പോൾ ഈ രണ്ട് കാർഡും ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു നേട്ടം നമുക്ക് ഈ ഒരു ഫോൺസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് കാർഡ് ഒപ്പിച്ച് വെക്കുക, SBI ആണെങ്കിലും HDFC ആണെങ്കിലും. അപ്പോൾ ഐഫോൺ 15 നല്ലൊരു ഡീലാണ്. 55,000 റുപ്പീസിന് റെക്കമെൻഡഡ് ഫോണാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഐഫോൺ 14 ആണ്. അപ്പോൾ 14 ഏകദേശം ഒരു പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് നമുക്ക് 45,000 റുപ്പീസ് തൊട്ട് ഒരു 50 ഇടയിലൊക്കെയാണ് നമുക്ക് ഇത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഒരു 45,000 റുപ്പീസിന് താഴെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു ഡീലാണ് ഐഫോൺ 14 എന്ന് പറയുന്നത്. അതിന് മുകളിലോട്ടാണ് അല്ലെങ്കിൽ ഒരു 50,000 റുപ്പീസൊക്കെ അടുപ്പിച്ചാണെങ്കിൽ ബെറ്റർ ഐഫോൺ 15 എടുക്കുന്നതായിരിക്കും. കാരണം 14 വെച്ച് നോക്കുകയാണെങ്കിൽ 15-ൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ടൈപ്പ് സി ആണെങ്കിലും ക്യാമറ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐഫോൺ 14, 15 തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഇല്ലെങ്കിൽ എന്തുകൊണ്ടും 15 തന്നെ എടുക്കുക. ഇപ്പോൾ ഒരു 40,000 റുപ്പീസിനാണ് 14 കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡീൽ തന്നെയാണ്. പിന്നെ ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഐഫോൺ 13-ഉം 14-ഉം ഒരുപോലെയല്ലേ, ഐഫോൺ 13 മേടിച്ചാൽ പോരെയെന്ന്. അപ്പോൾ 13-ൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പല ആൾക്കാർക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം ഗ്രീൻ ലൈൻ വന്നിട്ടുണ്ട്, ഡിസ്പ്ലേ മൊത്തം ഗ്രീൻ കളറിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഐഫോൺ 13 ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. 14 എടുക്കുന്നതായിരിക്കും ഫാർ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 40K അടുപ്പിച്ച് നമുക്ക് ഐഫോൺ 14 തന്നെ മേടിക്കാൻ പറ്റും. ഐഫോൺ 13-ൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് പ്രൈസ് ആയിട്ട് മേടിക്കാൻ പറ്റുന്നത് 37,999 ആണ്. അതിനെക്കാട്ടും ഐഫോൺ 14 കുറച്ച് പൈസ എക്സ്ട്രാ ആഡ് ചെയ്ത് മേടിക്കുന്നതായിരിക്കും ബെറ്റർ. നെക്സ്റ്റ് ആയിട്ടാണ് സാംസങ്ങിന്റെ ഫോൺസ്. സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് സീരീസിന്റെ ഒരു ലൈറ്റ് വെർഷൻ ആണ് ഈ FE എന്ന് പറയുന്നത്. അതിന്റെ സാംസങ് ഗാലക്സി S21 FE എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ട്. 25,000 രൂപ ആ ഒരു റേഞ്ചിൽ നമുക്ക് മേടിക്കാൻ പറ്റും. സ്കിപ്പ് ചെയ്യുക. ആ ഒരു ഫോൺ 2024 സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അത്രമാത്രം റെക്കമെൻഡഡ് അല്ല. ശരിയാണ്, അടിപൊളി ക്യാമറ പെർഫോമൻസ് ഉണ്ട് 25,000 റുപ്പീസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ. എന്നാൽ ഹീറ്റിംഗ് പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെയാണ് ബാറ്ററി ബാക്കപ്പ് ഒട്ടും തന്നെ പോരാ. അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം കുഴപ്പമില്ലെങ്കിൽ ആ ഒരു ഫോൺ നോക്കാവുന്നതാണ്. എന്നാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് S23 FE ആയിരിക്കും. S23 FEയുടെ എഫക്റ്റീവ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 27,999 ആണ്. നല്ല ഡീലാണ്. ഗെയിമിംഗ് ഫോണൊന്നും അല്ല, പക്ഷെ നോർമൽ യൂസറിന് ഓക്കെ ഫോണാണ്. ക്യാമറ പെർഫോമൻസ് കിടിലാണ് ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ. അടുത്ത ഫോൺ എന്ന് പറയുന്നത് S23 ആണ്. S23 നോർമൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ 45,000 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 40,000 റുപ്പീസ് റേഞ്ചിലൊക്കെയാണ് കിടക്കുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് 40K അകത്ത് മേടിക്കാൻ പറ്റും. അതായത് S23ന്റെ എഫക്റ്റീവ് പ്രൈസ് എന്ന് പറയുന്നത് 36,999 ആണ്. ആ ഒരു പ്രൈസിന് കിടിലൻ ഡീലാണ്. ഇതിനെക്കാട്ടും ബെറ്റർ ഫോൺ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോർമൽ യൂസറിന് ഗെയിമിംഗ് പെർഫോമൻസിനുള്ള ഫോണല്ല. ഈ ഒരു ഫോണിനും എനിക്ക് പറയാനുള്ളത് കോമ്പാക്ട് ഫോണാണ്. ലേശം ഹീറ്റിംഗ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ബാറ്ററി ബാക്കപ്പും അതിഭീകരമൊന്നുമല്ല. എന്നാൽ നോർമൽ യൂസറിന് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ ഡിവൈസാണ്. പിന്നെ S24 പ്ലസിനും നല്ലൊരു ഡീൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. S24 പ്ലസിൻ്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 64,999 ആണ്. അതായത് 65,000 രൂപയാണ്. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ വേറൊരു ഫോണും കൂടെ ഉണ്ട്. അതാണ് S23 Ultra എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഓഫർ പ്രൈസ്, എഫക്റ്റീവ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 69,999 ആണ്. അതായത് 70,000 രൂപ, 5,000 രൂപ എക്സ്ട്രാ മുടക്കി ആ ഒരു ഫോൺ മേടിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് S Pen കിട്ടുന്നുണ്ട്, ബെറ്റർ ക്യാമറാസ് കിട്ടുന്നുണ്ട്, ബെറ്റർ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ഫോണായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മുടെ S23 Ultra ആയിരിക്കും. കുറച്ചുകൂടെ ബെറ്റർ വാല്യൂ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വാല്യൂ ഫോർ മണി ആയിട്ട് ഫീൽ ചെയ്യുന്നത് S23 Ultra ആണ് S24 പ്ലസിനെ കാട്ടും. നെക്സ്റ്റ് ആയിട്ടാണ് ഗൂഗിളിന്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ഗൂഗിളിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് Pixel 8ന്റെ പ്രൈസ് വന്നിട്ടുണ്ട്. 31,999 മേടിക്കാൻ പറ്റും. Pixel 8 മേടിക്കുന്ന ഒരു കാര്യം മൈൻഡിലേക്ക് വെച്ചേക്കുക, ഈ ഒരു ഫോൺ ഒരു ഗെയിമിംഗ് ഫോണല്ല. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഫോണിന് സിഗ്നൽ ഇഷ്യൂസ് ഇഷ്ടം പോലെ ഉണ്ട്. സിമ്മിൻ്റെ നെറ്റ്വർക്ക് പ്രോബ്ലം അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ പറയുന്നുണ്ടെന്നല്ല, മിക്ക ഡിവൈസും പിക്സൽ ഡിവൈസുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പിക്സൽ ഡിവൈസുകൾ മേടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ
തീർച്ചയായിട്ടും ആ ഒരു കാര്യം ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ പെർഫോമൻസ് പോരാ, പിന്നെ ലേശം ഹീറ്റിംഗ് ഉണ്ട്. ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് S23 അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് സെഗ്മെന്റിലുള്ള ബാക്കിയുള്ള ഡിവൈസ് ഒക്കെ മേടിക്കുന്നതായിരിക്കും. ഇതിന് ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ Pixel 7 30 റേഞ്ചിനകത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, അതും സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത്. പിന്നെ Pixel 7a ഉണ്ട്, അതിന് വന്നിട്ട് 25,999 ആണ്. ആ ഒരു പ്രൈസിനും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. കാരണം ഇതിന്റെ സിഗ്നൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്രോബ്ലമാണ്. നമ്മളിപ്പോൾ കോളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സിഗ്നൽ ഡ്രോപ്പ് ആവുന്നത്. അങ്ങനെ മേജർ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഒരു സൂപ്പർ ഓഫർ ഉണ്ട്, അതാണ് Xiaomi 14. Xiaomi 14 നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആണ് Xiaomiയുടെ സൈഡിൽ നിന്നുള്ള. അതിന്റെ പ്രൈസ് അറൗണ്ട് വന്നത് ലോഞ്ച് ടൈമിലൊക്കെ വന്നത് 69,000 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് ഓഫറും എല്ലാം കൂടെ വെച്ചിട്ട് അണ്ടർ 50,000 റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റും വിത്ത് SBI ക്രെഡിറ്റ് കാർഡ്. പിന്നെ ഒരു 7,000 രൂപയുടെ കൂപ്പൺ ഉണ്ട്. ടോട്ടലി പറയാനാണെങ്കിൽ അതിന്റെ ഒരു നോർമൽ പ്രൈസ് എന്ന് പറയുന്നത് 59,999 ആണ്. അതിന്റെ കൂടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 7,000 റുപ്പീസിന്റെ ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. കൂപ്പൺ കോഡല്ല, ആമസോൺ കൂപ്പൺ ഉണ്ട്. ആ ഒരു കൂപ്പൺ വെച്ചിട്ട് നമുക്ക് നല്ലൊരു പ്രൈസിന് മേടിക്കാൻ പറ്റും. അതിൽ നിന്നും എക്സ്ട്രാ ഓഫർ നമ്മൾ ക്രെഡിറ്റ് കാർഡ് SBI ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഡീലിൽ ആമസോണിൽ നിന്ന് മേടിക്കാൻ പറ്റും. പിന്നെ ഷവമിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഷവമിയുടെ Pad 6 അത്യാവശ്യം നല്ലൊരു കിടിലൻ ടാബ്ലറ്റ് ആണ്. 25,000 റുപ്പീസ് ഒക്കെയാണ് നോർമൽ റേറ്റ്. എന്നാൽ ഇതിന്റെ എഫക്റ്റീവ് റേറ്റും അടിപൊളിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. 16,999 വന്നിട്ടുണ്ട്. 16,999 നോക്കുകയാണെങ്കിൽ കിടിലൻ ഡീലാണ്. ഗെയിമിംഗ് പെർഫോമൻസ് ആവട്ടെ, നോർമൽ യൂസ് ആവട്ടെ, ഇപ്പോൾ സ്റ്റുഡൻസിനാവട്ടെ, എന്തൊരു പർപ്പസിന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ബാക്കിയുള്ള 20,000 റുപ്പീസിനകത്തുള്ള പ്രോഡക്ട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടാബ്ലറ്റ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ചിപ്സെറ്റ് കാണത്തില്ല, നല്ല ഡിസ്പ്ലേ കാണത്തില്ല, ഇതിലെല്ലാം ഉണ്ട്. നല്ലൊരു വെൽ പാക്കേജ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഷവമിയുടെ Pad 6 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ടാബ്ലറ്റ് നോക്കുകയാണെങ്കിൽ അണ്ടർ 20,000 റുപ്പീസിനകത്ത് റെക്കമെൻഡഡ് ആണ്. നെക്സ്റ്റ് ആയിട്ട് പോക്കോന്റെ ഓഫേഴ്സ് പറയാം. പോക്കോ F6 നമുക്ക് ഇപ്പോൾ 25,000 രൂപ ആ ഒരു റേഞ്ചിന് നോർമലി മേടിക്കാൻ പറ്റും. എന്നാൽ ബാങ്ക് ഓഫറൊക്കെ വെച്ചിട്ട് നമുക്ക് 21,000 റുപ്പീസ് അല്ലെങ്കിൽ 21,999 നമുക്ക് എഫക്റ്റീവ് പ്രൈസ് ആയിട്ട് മേടിക്കാൻ പറ്റും. ആ പ്രൈസിന് കിടിലൻ ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഫോണാണ്. ബെസ്റ്റ് ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ് അണ്ടർ 25,000 റുപ്പീസ്. അപ്പോൾ ഗെയിമിംഗ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഈ ഫോൺ ആയിരിക്കും ദി ബെസ്റ്റ് ഓപ്ഷൻ. പോക്കോ X6 പ്രോന് ഓഫർ വന്നിട്ടുണ്ട്. ഇതിന്റെ എഫക്റ്റീവ് പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 19,999 അല്ലെങ്കിൽ 18,999 എന്നും പല സൈഡിൽ നിന്നും പറയുന്നുണ്ട്. എന്തായാലും ഒരു 18,000 റുപ്പീസിന്റെ റേഞ്ചിൽ നമുക്ക് മേടിക്കാൻ പറ്റും. കിടില ഓഫറാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഫോണും റെക്കമെൻഡഡ് ആണ്. ഇപ്പോൾ 20,000 റുപ്പീസിനകത്താണ് ബഡ്ജറ്റ് എങ്കിൽ ഇതായിരിക്കും ദി ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ എന്ന് പറയുന്നത്. പിന്നെ അണ്ടർ 15,000 റുപ്പീസിനകത്ത്, അതായത് 14,999 മുടക്കാനുണ്ടെങ്കിൽ നമുക്ക് പോക്കോന്റെ X6 മേടിക്കാൻ പറ്റും. നല്ല ഡിവൈസ് ആണ്. അതുപോലെ തന്നെയാണ് പോക്കോന്റെ X6 നിയോന്റെ പ്രൈസ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ റീസെന്റ് ചെയ്ത അണ്ടർ 15,000 റുപ്പീസിനകത്ത് റെക്കമെൻഡ് ചെയ്ത കുറേ ഫോൺസിൽ ഒരു ഫോണായിരുന്നു ഈ ഒരു ഡിവൈസ് എന്ന് പറയുന്നത്. നല്ല ഡിസ്പ്ലേ ഉണ്ട്, അത്യാവശ്യം ഡീസൻറ്റ് ക്യാമറയൊക്കെ ഉണ്ട്. അതിന്റെ നോർമൽ പ്രൈസ് അറൗണ്ട് 13,000 റുപ്പീസ് ആയിരുന്നു. ഇപ്പോൾ അതിന്റെ പ്രൈസ് വീണ്ടും കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് 11,999 മേടിക്കാൻ പറ്റും. ഈ ഒരു പ്രൈസിന് കിടിലൻ ഡിസ്പ്ലേ ഓഫർ ചെയ്യുന്ന ഒരു ഫോണാണ്. ഡിസ്പ്ലേ ഒക്കെ ബെസലെസ് എക്സ്പീരിയൻസ് ഒക്കെയാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഓഫർ ചെയ്യാൻ പോകുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ അൺബോക്സിംഗും റിവ്യൂ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഫോണാണ് CMF ഫോൺ 1 എന്ന് പറയുന്നത്. ഈ ഒരു CMF ഫോൺ 1നും അടിപൊളി ഓഫർ വന്നിട്ടുണ്ട്. 12,999 ആണ് ഇപ്പോൾ അതിന്റെ ഒരു പ്രൈസ്. എഫക്റ്റീവ് പ്രൈസ് ആയിട്ട് പറയുന്നത് ഈ ഒരു സെയിൽ ടൈമിന് നല്ല പ്രൈസ് ആണ്. കാരണം ഈ ഒരു ഫോൺ നല്ല ക്ലീൻ ആൻഡ്രോയിഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്, മെയിൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. പിന്നെ ബാറ്ററി ലൈഫ് നല്ലതാണ്. അതുപോലെ തന്നെയാണ് ക്യാമറ ഡീസൻ്റ് ആണ്. അപ്പോൾ ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഡിവൈസ് ആണ്. ഈ ഒരു ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോയും റിവ്യൂ ഒക്കെ കാണണമെങ്കിൽ ഐ ബട്ടണിൽ വീഡിയോ എടുത്തേക്കാം. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഫോൺസിനെ പറ്റി ഫോൺ മോസ് അല്ല പിന്നെ വേറെ ആരും പറഞ്ഞെടുത്തില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നത്തിങ് ഫോൺ 2a 20,000 റുപ്പീസിനകത്ത് മേടിക്കാൻ പറ്റും. കിടിലം പ്രൈസ് ആണ്. കാരണം നോർമൽ യൂസർ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്ന, ബാറ്ററി ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ കിടില ഓപ്ഷനാണ് നത്തിങ് ഫോൺ 2a എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു എഫക്റ്റീവ് പ്രൈസിങ് പറയുന്നത് 18,999 ആണ്. അപ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ അല്ല, എന്നാൽ അത്യാവശ്യം മോഡറേറ്റ് രീതിയിലൊക്കെ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ മെയിൻലി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണം എന്നുള്ളവരായിരിക്കണം ഈ രണ്ട് ഫോൺസ് നോക്കേണ്ടത്. അത് CMF ആണെങ്കിലും നത്തിങ്ങിന്റെ ഡിവൈസുകളാണെങ്കിലും എല്ലാം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് അവരുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയുന്ന 3 ഡിവൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ ഫോൺ വേണമെങ്കിൽ മേടിച്ചാൽ മതി. ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല, എന്നിരുന്നാലും നല്ല ഓഫേഴ്സ് കണ്ടുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെന്ന് പറയുന്നത് OnePlusന്റെ ഡിവൈസുകളാണ്. അപ്പോൾ OnePlusന്റെ ഡിവൈസുകൾക്ക് ഇപ്പോൾ വലിയൊരു ഇഷ്യൂ ആണ് ഫേസ് ചെയ്യുന്നത്. ആ ഒരു ഇഷ്യൂവിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഐ ബട്ടണിൽ വീഡിയോ എടുത്തേക്കാം. അപ്പോൾ OnePlusന്റെ ഓപ്പണിന് നല്ലൊരു ഡീലുണ്ട്. OnePlusന്റെ ഓപ്പൺ 1,00,000 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. 1,00,000 മേളിൽ വിലയുള്ള ഫോണാണ്, ഫോൾഡിംഗ് ഡിവൈസ് ആണ്. OnePlusന്റെ ഡിവൈസ് ആണ്, അത്യാവശ്യം നല്ലൊരു ഡിവൈസ് തന്നെയാണ്. പക്ഷേ മദർ ബോർഡ് ഇഷ്യൂ അങ്ങനത്തെ പല ഇഷ്യൂസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. അത് ഈ ഒരു ഫോണിനല്ല, OnePlusന്റെ മിക്ക ഫോൺസിന് ആ ഒരു ഇഷ്യൂസ് ഉണ്ട്.
പിന്നെ ഉള്ളതാണ് OnePlusന്റെ 12 നോക്കുകയാണെങ്കിലും നല്ലൊരു ഡീലും നല്ലൊരു പാക്കേജ് കൊടുത്തിട്ടുണ്ട്. അതായത് OnePlus 12ന്റെ ഓഫർ പ്രൈസ് ആയിട്ടുള്ള 55,999 ആണ് ഈ ഒരു സെയിൽ ടൈമിൽ വിൽക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ OnePlusന്റെ Buds Pro 2 എന്ന് പറയുന്ന TWSഉം അറൗണ്ട് 12,000 റുപ്പീസ് വർത്തുള്ള TWS ആണ്, അതും ബണ്ടിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റിന്. പിന്നെ OnePlus 12R നോക്കുകയാണെങ്കിലും അതിൻ്റെ പ്രൈസും നല്ലതാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. വളരെ വലിയ ഇഷ്യൂസൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്, മദർ ബോർഡ് ആയാലും വേറെ പല ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ OnePlus ഡിവൈസുകൾ റെക്കമെൻഡ് ചെയ്യാത്തത്. OnePlus 12Rന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 34,999 മേടിക്കാൻ പറ്റും. അപ്പോൾ നല്ല ഡിവൈസുകളാണ്. എന്നാൽ റെക്കമെൻഡ് ചെയ്യാത്തതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ മദർ ബോർഡ് ഇഷ്യൂവും അങ്ങനത്തെ പല കേസുകളും കൊണ്ടാണ്. പിന്നെ റിയൽമിയുടെ ഫോണായിട്ടുള്ള റിയൽമി GT60 നല്ല ഡിവൈസാണ്. ഞാൻ ഇതിനെപ്പറ്റി പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. നല്ല ഡിവൈസാണ്. പക്ഷേ ഓഫർ ടൈമിന് നല്ല വില കുറയാനുള്ള ചാൻസ് ഉള്ള ഫോണും കൂടെയാണ്. എന്നാൽ അതുപോലെ വിലയും കുറഞ്ഞിട്ടുണ്ട്. 30,000 രൂപയ്ക്ക് ഇറങ്ങിയ ഫോൺ നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ 25,000 റേഞ്ചിൽ മേടിക്കാൻ പറ്റും. 25,500 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. നല്ല ഡീലാണ്, ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ പല ഫോൺസിനും അവർ മനഃപൂർവ്വം വില കൂട്ടിയിട്ടിട്ട് നോർമൽ പ്രൈസിന് വിൽക്കുന്നതായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ ബാക്കി റിയൽമിയുടെ ഫോൺസ് ഒന്നും നല്ല ഓഫർ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങളിൽ ആരെങ്കിലും വേറെ കിടിലം ഓഫർ റിയൽമിയുടെ ഫോൺസിന് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. ഞാൻ എന്തായാലും ഈ ഒരു ഫോണിന് മാത്രമാണ് അത്യാവശ്യം നല്ലൊരു ഡീല് കണ്ടിട്ടുള്ളത്. ഈ ഒരു 25,500 റുപ്പീസിന് നല്ലൊരു ഡിവൈസാണ് റിയൽമി GT60 എന്ന് പറയുന്നത്. പിന്നെ മോട്ടറോളയുടെ ഫോൺസിനും ഒരുപാട് ഓഫർ ഉണ്ട്. മോട്ടറോളയുടെ Edge 50 Pro എന്ന് പറയുന്ന ഡിവൈസ് നമുക്ക് 27,999 അല്ലെങ്കിൽ ഒരു 29,000 റുപ്പീസിൻ്റെ ഇടയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. നല്ല ഡിവൈസ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് മോട്ടറോളയുടെ Edge 50 എനിക്ക് തോന്നുന്നു 25,000 റുപ്പീസ് അടുപ്പിച്ച് മേടിക്കാൻ പറ്റും. അതും കുഴപ്പമില്ലാത്ത ഡിവൈസാണ്. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ചാനൽ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളതാണ് മോട്ടറോളയുടെ Edge 50 Fusion. കാരണം റീസെന്റ് മോട്ടറോളയുടെ Edge സീരീസിൽ പുതിയൊരു ഫോൺ വന്നുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു 19,999 എന്ന് പറയുന്ന പ്രൈസിന് Edge 50 Fusion നമുക്ക് മേടിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ 3 ഡിവൈസും നല്ല ഡിവൈസുകളാണ്. ഇതിനും കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതിനെയൊക്കെ പറ്റി പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഈ ഫോൺസ് ഒക്കെ പർച്ചേസ് ചെയ്യുക. പിന്നെ വേറൊരു ഓഫറാണ് ഹോണറിന്റെ 200 എന്ന് പറയുന്ന ഡിവൈസിന് നമുക്കിപ്പോൾ ഒരു 25,000 റുപ്പീസിന് മേടിക്കാൻ പറ്റും. പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ അല്ല ഹോണറിന്റെ 200 എന്ന് പറയുന്നത്. എന്നാൽ നോർമൽ യൂസറിനും നല്ല ക്യാമറ പെർഫോമൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും നോക്കാൻ പറ്റിയ ഒരു ബെറ്റർ ഡിവൈസ് ആണ് ഹോണറിന്റെ 200 എന്ന് പറയുന്നത്. പിന്നെ ഐക്യൂന്റെ ഫോൺസ് നോക്കുകയാണെങ്കിൽ iQOO നല്ലൊരു ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ എഫക്റ്റീവ് പ്രൈസ് ആണ് 47,999. നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് വേണം, നല്ല ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോൺ നോക്കാൻ പറ്റിയതാണ്. നല്ല പെർഫോമൻസ് ആണ്, നല്ലൊരു ഗെയിമിംഗ് സെൻട്രിക് ഫോണാണ് iQOO എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് iQ Neo 9 Proനും നല്ലൊരു ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. 31,999 iQ Neo 9 Pro മേടിക്കാൻ പറ്റും. എന്നാൽ iQ Neo 9 Proന് ബാറ്ററി ഇഷ്യൂസ് ഉണ്ട്. അതും കൂടെ ഒന്ന് നോക്കിയിട്ട് മാത്രം ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യുക. പിന്നെ iQ C9 നോക്കുകയാണെങ്കിൽ 15,999 വരുമെന്നാണ് പല റൂമേഴ്സും പറയുന്നത്. ആ ഒരു പ്രൈസിന് കിടിലൻ ഡിവൈസ് തന്നെയാണ്. പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. Dimensity 7200 ചിപ്സെറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ വെൽ പാക്കേജ്ഡ് ആയിട്ടുള്ള ഡിവൈസ് ആണ് 15,999. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ മെയിനായിട്ട് കണ്ട ഓഫേഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഏതെങ്കിലും ഓഫർ മിസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. ഇനിയും കുറേ ഫോൺസിൻ്റെ ഒക്കെ ഓഫറും കാര്യങ്ങളൊക്കെ റിവീൽ ആവാനുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റി വീഡിയോ വേണമെങ്കിലും താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. ദിസ് ഈസ് ഫോൺമോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.